പൊറുതിമുട്ടുകയാണ് പൊന്മുടിയിലെത്തുന്ന സഞ്ചാരികളും പ്രദേശവാസികളും. അപ്പർ സാനിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് നൽകുന്നത് കല്ലാറിൽ ആണ്. പ്രദേശവാസികൾക്ക് മുകളിലേക്ക് പോകണമെങ്കിലും വനം വകുപ്പിന്റെ അനുമതി വേണം എന്ന സ്ഥിതിയാണുള്ളത്. ഇതിനൊക്കെ പുറമെ ടിക്കറ്റ് നിരക്കിലും വലിയ വർധന വരുത്താനാണ് നീക്കം. നമുക്ക് പൊന്മുടിയിൽ പല ആവശ്യത്തിന് പോകാമല്ലോ. നമ്മൾ അപ്പർ സാനിറ്റോറിയത്തിൽ കയറുന്നില്ല. നമുക്ക് അതിന്റെ താഴെ കുളച്ചിക്കരയിൽ ചായ കുടിക്കാൻ പോവാം. അല്ലാതെ കൂട്ടുകാരുണ്ട്. അത് മാത്രമല്ല അതൊരു വാർഡല്ലേ, നമുക്ക് അവിടെ ആരെങ്കിലും കാണാൻ പോകാമല്ലോ. അവിടെ പോകുന്നതിന് ഇവിടെ തടഞ്ഞു നിർത്തുന്നതിന്റെ കാരണമാണ് നമുക്ക് മനസ്സിലാവാത്തത്. പൊന്മുടിയുടെ താഴ്വാരമായ കല്ലാറിലെ സ്ഥിരം കാഴ്ചയാണിത്. മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇല്ലാത്ത നിയന്ത്രണം. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ മാത്രമാണ് പ്രവേശനം. അതും ഹിൽ ടോപ്പിന് 14 കിലോമീറ്ററിന് മുമ്പേ സഞ്ചാരികളെയും നാട്ടുകാരെയും തടയും. പിന്നെ ടിക്കറ്റ് എടുക്കണം മുകളിലേക്ക് പോകണമെങ്കിൽ. ഇപ്പോഴാണ് കുറച്ചു നാളുകൊണ്ട് ഇവിടെ തടഞ്ഞു നിർത്തി കർശനമായിട്ട് പൈസ പിരിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അതിരാവിലെയും വൈകുന്നേരവുമാണ് പൊന്മുടി ഏറ്റവും സുന്ദരമാകുന്നത്. എന്നാൽ അത് കാണാൻ സഞ്ചാരികളിൽ അധികം പേർക്കും അവസരമില്ല. രാവിലെ 8 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നുകൊടുത്ത് മുകളിലേക്ക് എത്തുമ്പോഴേക്കും വെയിൽ തുടങ്ങും. വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും വീണ്ടും ചെക്ക് പോസ്റ്റ് അടയ്ക്കും. കോട ഇറങ്ങി പൊന്മുടി അതിമനോഹരമാകുന്ന സമയത്ത് സഞ്ചാരികളെ കല്ലാറിൽ തടയും. 4 മണിക്ക് മുമ്പ് കല്ലാറിൽ എത്തുന്നവർക്ക് മാത്രമേ പൊന്മുടിയുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാനാകൂ എന്ന് ചുരുക്കം. അല്ലെങ്കിൽ അവിടെ താമസം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഇതിനു പുറമെയാണ് ഇപ്പോൾ പ്രവേശന ഫീസും വർദ്ധിപ്പിക്കുന്നത്. പലതിലും ഇരട്ടിയോളമാണ് വർധന. ടൂറിസ്റ്റുകളുടെ എൻട്രി ഫീസ് ഈടാക്കുന്നത് ഒന്ന്, അവരുടെ ടിക്കറ്റ് ഓൾറെഡി ഇൻഷുറൻസ് കവേർഡ് ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിനെ ഡിപ്പാർട്ട്മെന്റ് ഇൻഷുറൻസ് കമ്പനി വഴി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അത് നൽകുന്നതായിരിക്കും. അത് അവരുടെ ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ്. 2, അവർ വനത്തിനകത്താണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് വനത്തിന്റെ എൻട്രി പോയിന്റിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ടൂറിസം നടത്തുന്നത്. ഈ രീതിയിൽ തുടർന്നിട്ട് ഏതാണ്ട് ഒരു 6-7 വർഷമായിട്ടുണ്ടാവും. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പൊന്മുടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ്. ഇവിടെ PW റോഡിൽ അനധികൃതമായിട്ടാണ് ഇവിടെ വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതായത് രാവിലെ 8 മണിക്ക് ശേഷവും വൈകുന്നേരം 4 മണിക്ക് ശേഷം ഇവിടെ ഒരു ജനങ്ങളെയും കടത്തിവിടാത്തൊരവസ്ഥയാണ്. അതായത് നാട്ടിൽ പ്രദേശവാസികളായിട്ടുള്ള വിതുര കല്ലാർ ഭാഗത്ത് താമസിക്കുന്നവരെ പോലും ഈ വനം വകുപ്പ് ഈ ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിടുന്നില്ല. അത് 8 മണിക്കായിട്ട് വൈകുന്നേരം 4 മണിക്കായിട്ട്. അതായത് ഇതിൽ യാത്ര ചെയ്യണമെങ്കിൽ വനം വകുപ്പിന് പൈസ അടയ്ക്കേണ്ട സ്ഥിതി, അവരുടെ അനുമതി വാങ്ങിക്കേണ്ട സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും സമരത്തിനൊരുങ്ങുകയാണ്. നിയന്ത്രണങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കാനും നാട്ടുകാർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള.